Dear friends, welcome to English Literature Classroom. Today we discuss the poetic forms part 2. I think you remember the part 1 of poetic forms that we have dealt in a separate video. Today we discuss couplet first. I think you are familiar with the concept of couplet. As the name suggests, it is a pair of lines, that is, two lines. And couplet is actually two successive lines of verse. രണ്ട് അടുത്തടുത്ത വരികളാണ്. രണ്ട് തരം കപ്ലെറ്റ്സ് ഉണ്ട്. ഓപ്പൺ കപ്ലെറ്റ്സ് ആൻഡ് ക്ലോസ്ഡ് കപ്ലെറ്റ്സ്. ഓപ്പൺ കപ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൽ മീനിങ് ഈസ് നോട്ട് കംപ്ലീറ്റ്. But in the closed couplet, meaning is complete and each of the lines is enstopped. അതിൽ റൺ ഓവർ ഇല്ല. ഒരു ലൈൻ കഴിഞ്ഞ് അത് അവിടെ നിർത്തി അടുത്ത ലൈനിൽ വേറൊരു വാചകം എന്ന രീതിയിലാണ്. രണ്ട് ലൈനുകളും ഒരേ മീറ്ററാണ് ഉണ്ടാവുക. സോ റൈം, റിതം എല്ലാം ഒന്ന് തന്നെയായിരിക്കും. ഇതാണ് കപ്ലെറ്റ്. മലയാളത്തിലും ഉണ്ട്. ഈരടി എന്ന് പറയുന്ന ഈ ഫോം തന്നെ ഉണ്ട്. നെക്സ്റ്റ് വൺ ഈസ് വിലാനൽ. Villanelle comes from the Latin word villano, means rustic or farmer or peasant. You might remember British ഹിസ്റ്ററിയിൽ നമ്മൾ കൾച്ചറൽ ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ബ്രിട്ടനിലുള്ള കുടിയിടപ്പ് കർഷകരെ അല്ലെങ്കിൽ പാട്ടക്കുടിയന്മാരെയും കാണക്കുടിയന്മാരെയൊക്കെ വില്ലൻസ് എന്നാണ് വിളിക്കുക. ഈ poetic form villanelle actually originated in French literature and a French poet named Jean Passerat modified this form. ഇതിൻ്റെ ഫോം എന്താ? വാട്ട് ഈസ് എ സ്ട്രക്ചർ? 5 tercets and a quatrain. Tercet is a stanza of 3 lines. 3 വരികളുള്ള ഒരു സ്റ്റാൻസയാണ് നമ്മൾ ടെർസെറ്റ് എന്ന് പറയുന്നത്. 5 ടെർസെറ്റ്, അങ്ങനെ 15 വരി. ഒരു ക്വാട്രെയിൻ 4 വരി, അങ്ങനെ 19 വരി. ഇതാണ് വിലാനൽ. അതിലൊരു റിഫ്രെയിൻ ഉണ്ട്. റിഫ്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു പോയറ്റിക് ഡിവൈസ് ആണ്, റെപ്പിറ്റേഷൻ ആണെന്ന് നിങ്ങൾക്കറിയാം. റെപ്പിറ്റേഷൻ ഓഫ് വേർഡ്സ് ഫ്രേസസ് ഓർ സെൻറ്റൻസസ് അത് വരുന്നുണ്ട്. ഫസ്റ്റ് ആൻഡ് തേർഡ് ലൈൻസ് ഓഫ് ഫസ്റ്റ് ടെർസെറ്റാണ് റിഫ്രെയിനായിട്ട് നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത്. W.H. ഓർഡൻ അതുപോലെ തന്നെ ഓസ്കർ വൈൽഡൊക്കെ വിലാനൽ എന്ന് പറയുന്ന കവിതാരൂപത്തിൻ്റെ പ്രയോക്താക്കളായിരുന്നു. ദേ ഹാവ് യൂസ്ഡ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ്. നെക്സ്റ്റ് വൺ ഈസ് ഡ്രമാറ്റിക് മോണോലോഗ്. ഡ്രമാറ്റിക് മോണോലോഗ് എന്ന് പറയുന്നത് നിങ്ങൾ ധാരാളം കേട്ടിട്ടുണ്ടാവും. പ്രധാനമായിട്ടും നമ്മളിത് കേൾക്കുന്നത് റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ കവിതകളെ പറ്റിയിട്ടാണ്. വാട്ട് ആർ ദ സ്പെഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ഡ്രമാറ്റിക് മോണോലോഗ്? ഒന്ന്, ദർ വിൽ ബി വൺ സ്പീക്കർ. സ്പീക്കറാണ് കവിത പറയുന്നത്. നോട്ട് എ തേർഡ് പേഴ്സൺ ബട്ട് ദ സ്പീക്കർ ഓഫ് ദ പോം. ആ കവിതയിലെ സ്പീക്കർ മാത്രമാണ് പറയുന്നത്. തേർഡ് പേഴ്സൺ ഇല്ല, നറേഷൻ ഇല്ല, തേർഡ് പേഴ്സൺ നറേറ്റീവ് ഇല്ല. ഇതാരോടാ പറയുന്നത്? ടു ആൻ ഇമാജിൻഡ് ലിസണർ. ഒരാളെ ലിസണറായിട്ട് കണക്കാക്കിയിട്ടാണ്. He may be there but we don't know, we don't see him or her. അങ്ങനെ ഒരു ആളോട് സംസാരിക്കുന്നത് പോലെയാണ് അത് കാണിക്കുന്നത്. എന്തായിരിക്കും അതിൻ്റെ പ്രമേയം? ഇറ്റ് വിൽ ബി ഇമോഷണൽ ആൻഡ് ഡ്രമാറ്റിക് എലമെൻറ്റ് ഓർ ഡ്രമാറ്റിക് തീം. വളരെ നാടകീയമായ ഇമോഷണലായിട്ടുള്ള വൈകാരികമായൊരു കാര്യമായിരിക്കും. അതിലൊരു പ്രത്യേക നിമിഷത്തിൽ നിന്നുകൊണ്ടാണ്. ഇപ്പോൾ ലാസ്റ്റ് റൈഡ് ടുഗെദർ എന്ന് പറയുന്ന റോബർട്ട് ബ്രൗണിങ്ങിൻ്റെ ഡ്രമാറ്റിക് മോണോലോഗിൽ ഒരു കാമുകിയും കാമുകനും വേർപിരിയാൻ പോകുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവസാനമായി നമുക്ക് ഒന്ന് ഒരുമിച്ച് യാത്ര ചെയ്യണം, ഒരു റൈഡ് വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ വളരെ നാടകീയതയും വളരെ വൈകാരികതയും മുറ്റി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കഥ അവിടെ നറേഷൻ ഈ സ്പീക്കറുടെ വർത്തമാനം തുടങ്ങുന്നത്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ ബ്രൗണിങ്ങിൻ്റെ ഡ്രമാറ്റിക് മോണോലോഗ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഡ്രമാറ്റിക് മോണോലോഗിൻ്റെ മൊത്തം പ്രത്യേകതയായിട്ട് പറയാം,
ഈ ഡ്രമാറ്റിക് മോണോലോഗിലെ ആ ഒരൊറ്റ സ്പീച്ച് കൊണ്ട് തന്നെ ഈ സ്പീക്കറിൻ്റെ പറയുന്ന ആളുടെ സ്വഭാവം, ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ, മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അറിയാവുന്ന രീതിയിലാണ് അത് വിവരിക്കുന്നത്. അപ്പോൾ മോണോലോഗ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ സംഭാഷണം എന്നാണ് അർത്ഥം. അത് വളരെ മനോഹരമായും നാടകീയമായും അവതരിപ്പിക്കുന്ന ഒരു രൂപമാണ് ഡ്രമാറ്റിക് മോണോലോഗ്. നെക്സ്റ്റ് വൺ ഈസ് സെറ്റയർ. സെറ്റയർ, മൈൻഡ് യു, ഈസ് നോട്ട് ലിമിറ്റഡ് ടു പോയട്രി. എല്ലാത്തിലും ഉണ്ട്, കവിതയിൽ മാത്രമല്ല, ഗദ്യത്തിലും നാടകത്തിലും എല്ലാ രൂപത്തിലും അത് കാണാം. എന്താണ് സെറ്റയറിൻ്റെ ഉദ്ദേശം? സോഷ്യൽ ക്രിറ്റിസിസം. വേറൊരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താണ്? ടു ഇവോക്ക് ലോഫ്റ്റർ, ചിരി ഉണർത്തുക എന്നും കൂടിയുണ്ട്. പ്രധാനമായിട്ടും സോഷ്യൽ ക്രിറ്റിസിസമാണ്. സമൂഹത്തിൽ നിലനിൽക്കുന്ന തിന്മകൾ, വിഡ്ഢിത്തങ്ങൾ, അബദ്ധങ്ങൾ, ദൂഷ്യങ്ങൾ, ഇതിനെയെല്ലാം തന്നെ എതിർക്കുക, അതിനെ പരിഹസിക്കുക, അതിനെ വെളിപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ വെളിവാക്കുക, ഇതാണ് അതിൻ്റെ ഉദ്ദേശം. പലതരത്തിലുള്ള സെറ്റയേഴ്സ് ഉണ്ട്. ഈവൻ ഇൻ ഇംഗ്ലീഷ് യു ക്യാൻ സീ 3 types ഓഫ് സെറ്റയേഴ്സ് ദാറ്റ് ഹാവ് ബീൻ ബോറോഡ് ഫ്രം അതർ ലാംഗ്വേജസ്: ഹൊറേഷ്യൻ, ജുവനാലിയൻ ആൻഡ് മെനിപ്പിയൻ. ഹൊറേഷ്യൻ ഈസ് ആഫ്റ്റർ ദ നെയിം ഓഫ് ഹൊറേസ്, ലാറ്റിൻ കവിയും ക്രിറ്റിക്കുമായിട്ടുള്ള ഹൊറേസിൻ്റെ പേരിൽ നിന്ന് വന്നിട്ടുള്ളതാണ് ഹൊറേഷ്യൻ സെറ്റയർ. വളരെ ജെൻറ്റിലായ, വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ടുള്ള, അധികം ആക്രമിക്കുന്നതല്ല, വളരെ എന്താ പറയുക, രൂക്ഷമായി ആക്രമിക്കുന്ന സെറ്റയറുകളുണ്ട്. അതാണ് ജുവനാലിയൻ എന്ന് പറയുന്നത്. ഹൊറേഷ്യൻ അങ്ങനെയല്ല, വളരെ സൗമ്യമായി ആക്രമിക്കുന്നതാണ്. പിന്നെ ഉള്ളത് മെനിപ്പിയൻ എന്ന് പറയുന്ന പ്രോസ് സെറ്റയറാണ്. അപ്പോൾ സെറ്റയർ എന്ന് പറയുന്നത് നമുക്കറിയാം വളരെ പ്രസിദ്ധമായ ഒരു കലാരൂപമാണ് അല്ലെങ്കിൽ കാവ്യരൂപമാണ്. പരിഹാസ കാവ്യങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ മലയാളത്തിൽ പറയാൻ പറ്റും. മലയാളത്തിൽ ധാരാളം ഉണ്ടാവാറുണ്ട്. നമുക്ക് പിന്നെ സഞ്ജയൻ്റെയൊക്കെ കവിതകൾ ആ രീതിയിലുള്ള കവിതകളാണ്. അടുത്തതാണ് മോക്ക് എപ്പിക് ഓർ മോക്ക് ഹീറോയിക്. എപ്പിക് പോയംസ് ഓർ ഹീറോയിക് പോയംസ് എന്നുള്ളത് എന്താണെന്ന് അറിഞ്ഞാലേ മോക്ക് എപ്പിക് എന്താണെന്ന് അറിയാൻ പറ്റും. എപ്പിക്സ് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായ, വളരെ വലിയ കവിതകളാണ്. ആ കവിതകളിൽ സാധാരണഗതിയിൽ ധീരനായകന്മാരുടെ, വീര സൈന്യാധിപന്മാരുടെയൊക്കെ കഥകളാണ്. ഇപ്പോൾ ഹോമറിൻ്റെ ഇലിയഡ് എന്ന് പറയുന്ന അക്കില്ലസിൻ്റെ കഥയാണ്. ഒഡീസി എന്ന് പറയുന്നത് ഒഡീസിയൂസിൻ്റെ കഥയാണ്. രാമായണം എന്ന് പറയുന്നത് രാമൻ്റെ കഥയാണ്. ഇതൊക്കെ വീരനായകന്മാരുടെ ധീരവീര ചരിത്രങ്ങളാണ്. അത് വർണ്ണിക്കുന്നതും വളരെ വലിയ ഗ്രാൻഡ് സ്കെയിൽ എന്നാണ് അതിനെ പറയുന്ന വാക്ക് തന്നെ. വലിയ വർണ്ണനകൾ, അതുപോലെ തന്നെ ഗംഭീരമായ ശൈലി, അതിമനോഹരമായ ബൊംബാസ്റ്റിക് ലാംഗ്വേജ് എന്നൊക്കെ നമ്മൾ പറയുന്ന തരത്തിലുള്ള അതിഘനഗംഭീരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോന്നും വർണ്ണിക്കുക എന്നുള്ളതാണ്. അതിൽ ചില കാര്യങ്ങളൊക്കെ വർണ്ണിച്ചേ പറ്റൂ എന്ന് പറയാറുണ്ട്. ഇപ്പോൾ സംസ്കൃത മഹാകാവ്യങ്ങളിലൊക്കെ ആണെങ്കിൽ നഗരാർണവ ശൈലർത്തു എന്ന് പറയുന്ന നഗരം, അർണവം എന്ന് പറയുന്ന സമുദ്രം, ശൈലം എന്ന് പറയുന്ന മലകൾ, മലനിരകൾ, ഋതു എന്ന് പറയുന്ന സീസൺ, ഇതൊക്കെ വർണ്ണിച്ചേ പറ്റൂ എന്ത് കഥയായാലും. അത്രയും ഗംഭീരമായി എഴുതുന്ന ഇതിനെയാണ് നമ്മൾ എപ്പിക് എന്ന് പറയുന്നത്. അതിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ നിസാരമായ കാര്യങ്ങളെപ്പറ്റി എഴുതുന്നതാണ് മോക്ക് എപ്പിക് അഥവാ മോക്ക് ഹീറോയിക്. എന്നുവെച്ചാൽ സ്റ്റൈൽ വിൽ ബി എലവേറ്റഡ്, ഉയർന്ന സ്റ്റൈലായിരിക്കും. ക്ലാസിക് പോയംസിൻ്റെ സ്റ്റൈലായിരിക്കും. പക്ഷേ സബ്ജക്ട്സ് വിൽ ബി വെരി ട്രിവിയൽ, വെരി 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 ട്രിവിയൽ ഓർ സില്ലി എന്നുള്ളതായിരിക്കും. ഇത് പണ്ട് തന്നെ ഉള്ളതാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, ദ ബാറ്റിൽ ഓഫ് ദ ഫ്രോഗ്സ് ആൻഡ് ദ മൈസ് എന്ന് പറയുന്നത്. പിന്നീട് 17th centuryയിലാണ് ഇംഗ്ലണ്ടിൽ അത് ഗംഭീരമായി വരുന്നത്. അതിൽ 2 ഉദാഹരണങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് ബാറ്റിൽ ഓഫ് ദ ബുക്സ് ബൈ ജൊനാഥൻ സ്വിഫ്റ്റ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 തരം ഏൻഷ്യൻസ് ആൻഡ് മോഡേണേഴ്സ് എന്ന് പറയുന്ന 2 തരം പുസ്തകങ്ങൾ, 2 തരം ഗ്രന്ഥകർത്താക്കൾ തമ്മിലുള്ള യുദ്ധത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. അലക്സാണ്ടർ പോപ്പിൻ്റെ റേപ്പ് ഓഫ് ദ ലോക്ക് എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ മുടിയുടെ ഒരറ്റം ആരാധകൻ മുറിച്ചെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ലുക്രീസിയ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ എപ്പിക്കുകളുടെ ആ ഒരു സ്റ്റൈലിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സംഗതി വളരെ നിസ്സാരമാണെങ്കിൽ പോലും. അതാണ് മോക്ക് എപ്പിക് ഓർ മോക്ക് ഹീറോയിക് എന്ന് പറയുന്നത്. Next one is free verse. Free verse, as the word, as the title or as the name suggests, is free. That means it is free from regular metrical scheme, rhyme, rhythm, etc. ഇതൊക്കെയാണ് ട്രഡീഷണൽ പോയട്രിയുടെ പ്രത്യേകത. വാട്ട് മേക്സ് പോയട്രി
വാട്ട് മേക്സ് എ പോം ഈസ് ഇറ്റ്സ് റിതം ഓർ റൈം ഓർ മീറ്റർ. അതൊന്നും ഇല്ലാത്തൊരു കവിത എങ്ങനെയുണ്ടാവും? അതിനാണ് നമ്മൾ ഫ്രീ വേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കവിക്ക് വലിയ സ്വാതന്ത്ര്യം കിട്ടുന്നു, ഒന്ന്. രണ്ട്, ഈ പരമ്പരാഗത കവിതകൾ നമുക്കുണ്ടാക്കുന്ന ആ മടുപ്പ്, ആ ചെടിപ്പ് ഇല്ലാതാകുന്നു. ഇതാണ് ഫ്രീ വേഴ്സിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് വൺ ഈസ് ടാങ്ക. യു മൈറ്റ് ബി റിമെമ്പറിങ് ഹൈക്കു. വേറൊരു ക്ലാസിക് ജാപ്പനീസ് പോയറ്റിക് ഫോമാണ് ടാങ്ക വിത്ത് 31 syllables. ഹൈക്കു പോലെ തന്നെ നമ്മൾ സിലബസിൻ്റെ എണ്ണം നോക്കിയിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് മീൻസ് എ ഷോർട്ട് സോങ്. 17-ാം നൂറ്റാണ്ടിലുണ്ടായിട്ടുള്ള ഒരു കവിതാരൂപമാണ് ടാങ്ക. നെക്സ്റ്റ് വൺ ഈസ് ജിൻറ്റിഷി. ദാറ്റ്സ് കമ്മിങ് ഫ്രം ചൈനീസ്. ചൈനീസ് ഭാഷയിലുണ്ടായിട്ടുള്ള ഒരു മോഡേൺ പോയറ്റിക് ഫോമാണ് ജിൻറ്റിഷി. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 8 lines in 4 couplets. 4 കപ്ലെറ്റാണ് ഉണ്ടാവുക, എന്ന് വെച്ചാൽ 8 ലൈൻ. അതിൽ 2 second, 4th, 6th and 8th lines will be rhyming. അങ്ങനെയാണ് അതിൻ്റെ പ്രത്യേകത. വെരി സിമ്പിൾ തീംസ് അതാണ് അതിൽ ഉണ്ടാവുക. വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തീമുകളൊന്നും ഉണ്ടാവില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സിമ്പിളായിട്ടുള്ളൊരു കവിതാരൂപം എന്ന് മാത്രം നമുക്കതിനെ മനസ്സിലാക്കാം. ഓക്കെ, നെക്സ്റ്റ് വി കം ടു ഗസൽ. I think many of you may be familiar with the ghazal. Ghazal is a very popular form of music today. It has originated in Persia, that is modern day Iran, in 17th century, and it consists of 6 or 7 couplets, and each couplet is called ഷേർ. 6 or 7 ഈരടികളുണ്ടാവും. ഒരു ഈരടിക്ക് നമ്മൾ പറയുന്ന പേരാണ് ഷേർ. ആ ഷെയറിൽ അതിൻ്റെ മീനിങ് കംപ്ലീറ്റ് ആയിരിക്കും. അടുത്ത ഈരടിയിലേക്ക് വേറൊരു മീനിങ് ആയിരിക്കും, അല്ലാണ്ട് അടുത്ത ഈരടിയിലേക്ക് പോവില്ല. ഇതാണ് അതിൻ്റെ ഒരു ഘടന, സ്ട്രക്ചർ. സ്ട്രക്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. തീംസ് എന്ന് പറയുന്നത് ലവ്, സെപ്പറേഷൻ, നേച്ചർ, പ്ലഷേഴ്സ്, ഫിലോസഫി, എക്സെട്ര എക്സെട്ര. എൻ്റെ മീറ്ററിനെ നമ്മൾ ബെഹർ എന്നാണ് പറയുന്നത്. എൻ്റെ റൈമിനെ കാഫിയ എന്ന് പറയും. അതിൽ റിഫ്രൈൻ ഉണ്ട്, റെപ്പിറ്റേഷൻ ഉണ്ട്. ആ റെപ്പിറ്റ് ചെയ്യുന്നത് ആവർത്തിച്ച് വരുന്നതിനെ നമ്മൾ റാഡിഫ് എന്ന് പറയും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് വെരി പോപ്പുലർ. ഉറുദുവിലാണത് കൂടുതലുള്ളതെങ്കിലും ഹിന്ദിയിലും മറ്റെല്ലാ ഭാഷയിലും ഗസലുകളുണ്ട്, മലയാളത്തിലുണ്ട്. കേരളത്തിൽ തന്നെ കോഴിക്കോട് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഇത് വളരെ പോപ്പുലറായിട്ടുള്ളൊരു ഫോമാണ്. വേറൊന്ന് റുബായി. റുബായി എന്ന് പറയുന്നത് 4 വരികളുള്ള സ്റ്റാൻസാണ്. ക്വാട്രെയിനാണ് അതിൻ്റെ സ്ട്രക്ചർ. റുബായി മീൻസ് ക്വാട്രെയിൻ. അങ്ങനത്തെ കവിതകളെല്ലാം കൂടി നമ്മൾ റുബായിയാത്ത് എന്ന് പറയും. ഒമർ ഖയ്യാം എന്ന് പറയുന്ന പ്രസിദ്ധനായ പേർഷ്യൻ കവിയുടെ റുബായിയാത്ത് എന്ന് പറയുന്നത് വളരെ മനോഹരവും വളരെ പ്രസിദ്ധവുമായിട്ടുള്ള പ്രണയ കവിതകളാണ്. പ്രണയം, വിരഹം. ഓൾ ലൈൻസ് എക്സെപ്റ്റ് ദ തേർഡ് വൺ റൈംസ്. 4 വരികളാണെന്ന് പറഞ്ഞു, അതിൽ തേർഡ് വൺ ഒഴികെ ബാക്കിയെല്ലാം റൈം ചെയ്യുന്ന ഒരു രൂപമാണ് റുബായിയാത്ത് അല്ലെങ്കിൽ റുബായി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒമർ ഖയ്യാമിൻ്റെ റുബായിയാത്ത് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമാണ്. ദ ലാസ്റ്റ് ഐറ്റം, ദ പ്രോസ് പോയട്രി. ദ മീനിങ് ഈസ് വെരി ക്ലിയർ ഫ്രം ദ ടൈറ്റിൽ. ഇറ്റ് ഈസ് പോയട്രി റിട്ടൺ ഇൻ പ്രോസ്. എല്ലാ പോയറ്റിക് ഡിവൈസുകളും ഫിഗേഴ്സ് ഓഫ് സ്പീച്ചും ലാംഗ്വേജും ഒക്കെ ഉണ്ടാവും. പക്ഷേ ലൈൻ ബ്രേക്ക് ചെയ്തിട്ടല്ല, നമ്മളൊരു എസ്സേ എഴുതുന്നത് പോലെ ഇങ്ങനെ കണ്ടിന്യൂസ് റൺ ഓൺ ലൈൻസ് ആയിട്ട് വരും. അതാണ് പ്രോസ് പോയട്രി. മോഡേൺ റോണറാണ്. എന്നുവെച്ചാൽ കവിത നമ്മളിങ്ങനെ സാധാരണ പോലെ എഴുതുക എന്നുള്ളതാണ്. ധാരാളം ഇപ്പോൾ ഉണ്ടാവാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടെ കവിതയുടേതായ ലൈൻ ബ്രേക്കിംഗ് എന്ന് പറയുന്ന ഒരു കസ്റ്റം മാത്രമല്ല, ബാക്കിയെല്ലാം ഉണ്ട്. നെററ്റീവ് പോയട്രി എന്ന് പറയുന്നത് എ സ്റ്റോറി ഓർ ആൻ ഈവൻറ്റ് നെറേറ്റഡ് ഇൻ പോയട്രി ഓർ ആസ് എ പോം. വെരി സിമ്പിൾ. ഇറ്റ് വിൽ ഹാവ് പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, സെറ്റിങ്സ് ആൻഡ് ഡയലോഗ്സ്, ഓൾ എലമെൻറ്റ്സ് ഓഫ് എ സ്റ്റോറി, ബട്ട് ഇറ്റ് വിൽ നോട്ട് ബി ഇൻ പ്രോസ് ബട്ട് ഇൻ പോയട്രി. അതാണ് നെററ്റീവ് പോയട്രി എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ ഈസ് പെർഫോമൻസ് പോയട്രി. ദാറ്റ് ഈസ് പോയട്രി ഈസ് ബീയിങ് ഇനാക്റ്റഡ് വിത്ത് മ്യൂസിക്. ചിലപ്പോൾ കവിത കുറച്ച് ചൊല്ലും, കുറച്ച് ആക്ട് ചെയ്യും. ആക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ചൊല്ലിക്കൊണ്ട് തന്നെ അഭിനയിക്കും കുറച്ച്.
മ്യൂസിക് വെച്ച്. നാടകമല്ല, ഒരു ചൊൽക്കാഴ്ച എന്നാണ് മലയാളത്തിലൊക്കെ പറയുക. കടമ്മനിട്ടയുടെ കവിതകളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതൊരു പുതിയ രൂപമാണ്. 1970s അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ തുടങ്ങിയതാണ് ആസ് എ ഫോം ഓഫ് പ്രൊട്ടസ്റ്റ്. അതാണ് പെർഫോമൻസ് പോയട്രി. സോ ദീസ് ആർ ദ forms of poetry or poetic forms. So this is the second part, and you must remember that these are not exclusively the list of poetic forms. There are many other forms existing in literature, but we have listed only those which are very important and which are very often used in English language. You can find out many other poetic forms on your own. Okay, thank you very much.